ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന് മുന്നേ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരൊക്കെ വന്ന് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കിടിലം വണ്ടി ഇല്ലാതെ നമ്മൾ കണ്ണൂരൊന്നും പോയി ചെയ്യില്ല. മലപ്പുറത്തുള്ള ഞാൻ കണ്ണൂർ വരണമെങ്കിൽ ഏതെങ്കിലും കിടിലം വണ്ടി ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 1952 മോഡൽ മോറിസ് മൈനർ അഥവാ ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ മോറിസ് മൈനറിൻ്റെ 1952 മോഡൽ 4 ഡോർ സലൂൺ വെഹിക്കിളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടാണ് ഇപ്പോൾ നമ്മളെ ഒരു കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ തന്നെ റെസ്റ്റോറേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനത്തെ വിൻറ്റേജ് കളക്ഷനൊക്കെ ഉള്ള ആളുകളെ കയ്യിൽ മാത്രമേ ഈ വാഹനം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും എന്താ പറയുക, കുറച്ച് എന്താണ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മോറിസ് മൈനർ എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ വർക്കിംഗ് കണ്ടീഷൻ, റണ്ണിങ് കണ്ടീഷനിലുള്ള ഒരു മോറിസ് മൈനറാണ് കിട്ടിയിട്ടുള്ളത്. അത് 1952 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഈ മുന്നിലേക്ക് എടുക്കേണ്ടത് 1952 മോഡൽ മോറിസ് മൈനർ എന്താണ് 4 ഡോർ സലൂൺ വാഹനത്തിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക് അടക്കാം. അപ്പോൾ ഈ ഒരു വാഹനം എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരാണുള്ളത് കാരണം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ചാനൽ അതിൻ്റെ ആൾക്കാരെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ഇതിനുപോലെ കിട്ടുന്ന വീഡിയോസൊക്കെ വരാം. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക് അടക്കാം. അപ്പോൾ ഇത് പറഞ്ഞാൽ 1952 മുതൽ മോറിസ് മൈനർ എന്ന് പറഞ്ഞു. അപ്പോൾ 4 ഡോർ സലൂണാണ്. അപ്പോൾ 1951 മുതലാണ് ഈ ഒരു മോറിസ് മൈനർ എന്ന് പറഞ്ഞ വാഹന നിർമ്മാതാക്കൾ നമ്മളെ ഒരു മോറിസ് എന്ന് പറഞ്ഞ ഈ വാഹന നിർമ്മാതാക്കൾ 4 ഡോറിൽ വാഹനം ഇറക്കാൻ തുടങ്ങിയത്. അതുവരെ 2 ഡോറിൽ പിന്നെ ഈ പല വേരിയൻസിൽ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 2 ഡോറായിട്ടും പിന്നെ എന്താ ടൂർ വെഹിക്കിളായിട്ടും അങ്ങനെ പല പല കാറ്റഗറി പിക്കപ്പ് വാൻ ആയിട്ട് പോലും ഈ ഒരു വാഹനം മോറിസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നിലുള്ളത് എന്താണ് 4 ഡോർ വാഹനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല അട്രാക്റ്റീവായൊരു കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് ഒരാൾ നോക്കുകയാണെങ്കിൽ പലർക്കും തോന്നും ഇത് ഏതെങ്കിലും വണ്ടി മോഡിഫൈ ചെയ്തെടുത്താണോ എന്നൊക്കെ എന്താണ് സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും വണ്ടി മോഡിഫൈ ചെയ്താണോ? പക്ഷേ ഇത് ഒറിജിനൽ മറ്റെന്താ പറയുക മോറിസ് മൈനർ കാണാൻ തന്നെയാണ്. അപ്പോൾ മോഡിഫൈ ചെയ്ത് വന്നൊന്നല്ല. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റർ ആയിട്ടുള്ള നമ്മൾ കോമ്പി വാനിലൊക്കെ കണ്ടു വന്നിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ ഇത് വോൾസ് വാഗൻ്റെ വാഹനമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് മോറിസിൻ്റെ വാഹനമാണ്. അപ്പോൾ നമ്മൾ ഈ കോമ്പി വാനിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്പ്ലിറ്റ് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഈ വൈപ്പറിൻ്റെ പ്രത്യേകത വൈപ്പറാണ്. ഈ വൈപ്പറിൻ്റെ ഇങ്ങോട്ടും ഈ ഒരു വൈപ്പർ ഇങ്ങോട്ടും എന്താണ് വൈപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള വൈപ്പേഴ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഫ്രണ്ട് ഗ്ലാസിൻ്റെ മേലെ നമുക്കൊരു സ്പോയിലർ കാണാൻ പറ്റും. ഇൻവൈസറായിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ക്രോമിയം ഫിനിഷിങ് കാണാൻ പറ്റും. പിന്നെ വൈപ്പറൊക്കെ നോക്കണം, അതൊരു ക്രോമിയം ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫുഡൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പോർഷൻ, ഈ വണ്ടി തന്നെ ചെറുതാണ്, എന്താണ് ചെറിയൊരു വണ്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഒരു വണ്ടിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഇതിലൊരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ ആ വുഡിലായിട്ട് നമുക്ക് ഫുള്ള് ക്രോമിയം ഫിനിഷിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് നമുക്ക് മോറിസ് മൈനർ എന്നുള്ള ആ ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡുവൽ കളറൊക്കെ നമുക്ക് ആ ഫെൻഡറിൽ കാണാൻ പറ്റും. ആ ഫെൻഡർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബാക്ക് പോർഷനായിട്ടാണ് നമുക്ക് ഈ ഒരു ഫെൻഡറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഡുവൽ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ അമ്പിലും ഇതിലൊക്കെ കണ്ടു വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആ അംബാസഡറിലൊക്കെ കണ്ടു വന്നിട്ടുള്ള രീതിയിൽ എന്താണ് ആ ഒരു ക്രോമിയം ഔട്ടർ ലൈന് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ വാഹനം നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഈ വിൻറ്റേജ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ അധികം ക്രോമിയത്തിൻ്റെ അതിപ്രസരമാണെന്ന് പറയാൻ പറ്റും. ഇഷ്ടംപോലെ വാഹനം നോക്കുകയാണെങ്കിൽ എല്ലാറ്റിനും ക്രോമിയത്തിൻ്റെ അതിപ്രസരം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു എന്താണ് ഹെഡ്ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബോണറ്റിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിസൈനാണ് പറയുക. കാരണം വെച്ചാൽ നല്ല ഒരു ബൾജായി നിൽക്കേണ്ട രീതിയിൽ ഒരു പൊക്കത്തിലിരിക്കേണ്ട രീതിയിലുള്ള ഒരു ബോണറ്റ് ഏരിയയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ ലൈൻ കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്യാരക്ടർ ലൈൻ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായി വന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് കാണിക്കേണ്ട രീതിയിലാണ് നമ്മുടെ ക്യാരക്ടർ ലൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു എന്താണ് ക്രോമിയം ഫിനിഷിങ് ഒരു ക്രോമിയം ഡിസൈൻ എലമെൻറ്റ് കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് മോറിസ് എന്നുള്ള ഒരു ബ്രാൻഡ് ബാഡ്ജിങ് വന്നിട്ടുള്ളത്. അതും ഫുള്ള് ക്രോമിയം ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെഡ്ലൈറ്റിനായിട്ട് നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ക്രോമിയം ഫിനിഷിങ്ങാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ലൈഡ് രീതിയിലുള്ള എന്താണ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ റേഡിയേറ്റർ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വീതിയിലുള്ള എന്താണ് ഈ റേഡിയേറ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉയരം കുറവാണ്, നല്ല വീതിയിലാണ് റേഡിയേറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ റേഡിയേറ്റർ ഫാനൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അംബാസഡറിലൊക്കെ കണ്ടു വന്നിട്ടുള്ള ഇതിൽ ഞാൻ അംബാസഡറിന് ഉദാഹരണം പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ സുപരിചിതമായിട്ടുള്ളത് അംബാസഡർ ആയിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വണ്ടിയിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ആ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഇന്ത്യക്കാർക്കല്ല നമ്മൾ കേരളക്കാർക്കൊക്കെ ഉദാഹരണം പറഞ്ഞെങ്കിൽ അംബാസഡറിനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം
അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു ബമ്പർ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ബമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രോമിയം ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷിങ്ങും പിന്നെ നമുക്ക് ആ ഒരു എന്താണ് ബോഡി കളറും ഇവിടെ നമുക്ക് ഈ ഒരു ബമ്പറിൽ കാണാൻ പറ്റും. മെറ്റൽ ബമ്പറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് താഴെ നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും. KLV 3534 ഒരു നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ആ വിൻറ്റേജ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ കാണിക്കാനുള്ളത്. പിന്നെ സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സൈഡ് പോർഷനാണ് കേട്ടോ. നമ്മൾ ആ ഒരു എന്താണ് ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് നിന്നിട്ട് ആ വരേണ്ട ഒരു ഫെൻഡർ നല്ല രസമുണ്ട് കാണാൻ. അത് നമ്മൾ ഈ ഒരു ഡോർ പോർഷനിലേക്കും കയറി നിൽക്കേണ്ട രീതിയിലാണ് നമ്മളെ ഫെൻഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡുവൽ കളർ നമ്മൾ ഈ ഒരു ഫെൻഡറിലും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ വണ്ടി ഇവിടെ റിവ്യൂ എടുക്കാൻ നേരത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വണ്ടിനപ്പോൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ വണ്ടി നോട്ടീസ് ഉണ്ട്. അമ്മാതിരി വണ്ടിയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 14 ഇഞ്ച് എന്താണ് സാധാരണ നോർമൽ ടയേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിമ്മൊക്കെ അടക്കം നമ്മൾ അന്നത്തെ ആ സ്റ്റോക്ക് റിമ്മാണ് വന്നിട്ടുള്ളത്. മോറിസിൽ വന്നിട്ടുള്ള സെയിം സ്റ്റോക്ക് എന്താണ് റിമ്മും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിന് സെൻട്രലായിട്ട് ഒരു വീൽ കപ്പ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റീൽ ഫിനിഷിങ്ങുള്ള വീൽ കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് M എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. മോറിസിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. M എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഈ അണ്ടർ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഈ പഴയ വാഹനം പറഞ്ഞിട്ട് ഇവർ നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. എവിടെ ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഞാൻ അപ്പുറത്ത് കാണിച്ചാൽ അതേപോലെ തന്നെ മോറിസ് മൈറ്റ് എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. ഏറ്റവും രസം ഈ ഒരു എന്താ പറയുക ഡോറിൻ്റെ ഈ ഒരു സൈഡാണ്. ഈ ഒരു പൊസിഷൻ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഈ വാൾപേപ്പറൊക്കെ ആക്കി യൂസ് ചെയ്യില്ല. അങ്ങനത്തെ എന്താണ് നമ്മൾ ഈ പല വാഹനങ്ങളും ഫോട്ടോസ് ഇങ്ങനത്തെ ഈ അധികം എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ മോറിസ് മൈൻഡറിൻ്റെ ഫോട്ടോസൊക്കെ കാരണം പല ആൾക്കാരും നമ്മൾ ഈ പഴയ വിൻറ്റേജ് വാഹനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുക ഇങ്ങനത്തെ മോറിസ് മൈൻഡർ കാഴ്സിൻ്റെ ഫോട്ടോസ് കാണാൻ കിട്ടും. അപ്പോൾ അധികം ആൾക്കാർ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ തന്നെ ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിയൽ ലൈഫിൽ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ചില ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഗ്ലാസോട് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റും നമുക്കൊരു ക്രോമിയം ഫിനിഷിങ്ങിൻ്റെ ഔട്ടർ ലൈൻ കാണാൻ പറ്റും. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ക്രോമിയം ഫിനിഷിങ് കാണാൻ പറ്റും. ഈ ഒരു ക്രോമിയം ഫിനിഷിങ് നമ്മൾ ഈ ഒരു ബോണറ്റിൽ വന്ന് നിന്നിട്ട് പിന്നെ ഈ ഒരു 2 ഡോറിന് നമുക്ക് ഒരു ബോഡിയിലായിട്ടാണ് ഇത് നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ് നമ്മൾ എക്സ്ട്രാ ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത പോലെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡിയിൽ എന്താണ് ഫിക്സ് ആയി വന്നിട്ടുള്ള രീതിയിലാണ് ബോഡി തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് നേരെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഓപ്പണറാണ് വന്നിട്ടുള്ളത്, ലോക്ക വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രോമിയം ഫിനിഷിങ്ങിൽ ഇതുവരെ മറ്റൊരു വാഹനത്തിൽ കാണാത്ത ഡിസൈനിലുള്ള ഒരു ഡോർ അൺലോക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനത്തെ ഞാൻ വേറെ ആദ്യത്തെ കണ്ടിട്ട് ഇങ്ങനെ വലിച്ച് തുറക്കേണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഡോറിന് ഒരു ചെറിയ ഡോർസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഡോറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വരികയാണെങ്കിൽ ഈ സൈഡിൽ ഒരു ചെറിയൊരു ഡിസൈനിങ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്റ്റിക്കറിങ് വർക്ക് ചെയ്താണ് ചെറിയൊരു ഡിസൈനിങ് എലമെൻറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഡോർ നോക്കുകയാണെങ്കിലും പിന്നെ ഈ ഒരു ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്കൂപ്പ് ടൈപ്പാണ് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. നമ്മളെ ലിമോസ് എന്താ പറയുക സ്കൂപ്പ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ റിയർ ഡോർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ്. ഈ ഒരു ഷേപ്പിൻ്റെ നോക്കൂ, ഈ വാഹനത്തിൻ്റെ പോലെ ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഡോറും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രോമിയം ഫിനിഷിങ് നമുക്ക് സെക്കൻഡ് ഡോറിലും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാർക്ക് ലൈന് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ റിയറിലെ ടയർ നോക്കുകയാണെങ്കിൽ 14 ഇഞ്ച് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ള ബാക്കിലും. അപ്പോൾ അത് കാണാൻ പറ്റും. അതേ സെയിം ഫ്രണ്ട് കണ്ട അതേ വീൽ കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ റിയറിലെ ഫെൻഡറാണ് ഒന്നും കൂടി ഫ്രണ്ടത്തേനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ ഈ ബാക്കത്തെ ഫെൻഡർ എന്ന് പറഞ്ഞാൽ ബാക്കത്തെ ഫെൻഡറും പിന്നെ എന്താണ് ഈ ബൂട്ട് സ്പേസിന് ആളൊക്കെ നോക്കുന്നത് തന്നെ നല്ല സ്കൂപ്പായിട്ട് നല്ല ഫ്ലോട്ടിങ് രീതിയിലാണ് നമ്മളൊരു ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. ചെറിയൊരു വാഹനമാണ് തന്നെ എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഫ്രണ്ടും ബാക്കും കുറച്ച് ഒരു സ്കൂപ്പ് ടൈപ്പ് രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കത്തെ ഒരു എന്താണ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ക്യൂട്ട്നെസ് ഉള്ളത് ഈ വണ്ടി ഇങ്ങനെ നോക്കുന്ന ക്യൂട്ട്നെസ് ഓവർലോഡറായിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഗ്ലാസ് കാണാൻ പറ്റും. ഈ ചെറിയ ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോക്ടറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഡോക്ടർ ഉപയോഗിച്ച വണ്ടി ആയിരുന്നു എന്ന് സംശയമുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പോർഷനാണ്. എന്താ പറയുക ഈ ഒരു പ്രത്യേക ഡിസൈൻ തന്നെ വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ക്രോമിയം ഫിനിഷിംഗ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇത് കാരണം ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ ഒരു ബ്രേക്ക് ലാമ്പ് വന്നിട്ടുള്ളൂ, അത് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ട് കണ്ട അതേ സെയിം എന്താ പറയുക ഒരു ബാക്ക് ബമ്പറാണ്, മെറ്റൽ ബമ്പറാണ് നമ്മൾ ബാക്കിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് കണ്ട അതേ സെയിം സാധനം തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. ക്രോമിയം ഫിനിഷിങ്ങിൻ്റെ ഔട്ടർ ലൈനോട് കൂടിയിട്ടുള്ള ചോപ്പ് ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ നടുവിലായിട്ട് നമുക്ക് മോറിസ് മൈൻഡറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഡോറ് ഇതിൻ്റെ ഒരു ലോക്ക് നമുക്കൊരു ക്രോമിയം ഫിനിഷിംഗാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു നമ്പർ കാണാൻ പറ്റും, KLV 3534 എന്നുള്ള നമ്പർ കാണാൻ പറ്റും.
നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബൂട്ട് ഇങ്ങനെ ഒരു ഫോൾഡായി നിൽക്കേണ്ട രീതിയിൽ നമ്മൾ ബൂട്ട് സ്പേസ് വന്നിട്ട് അല്ല ബൂട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇത്ര സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലാണ് സ്റ്റെപ്പിന് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫ്യൂലിൻ്റെ പമ്പ് ആ ഒരു പൈപ്പ് പോകാൻ കാണാൻ പറ്റും. അപ്പോൾ അടിയിലാണ് നമ്മൾ ഫ്യൂൽ ടാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബൂട്ട് സ്പേസ് കാണിക്കാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫ്യൂൽ ടാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്രോൾ വാഹനമാണ്. അപ്പോൾ ആ ഒരു ഫ്യൂൽ ലെഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഔട്ടർ ലൈന് കാണിക്കാനുള്ളത്. പെട്ടെന്ന് ഇതിൻ്റെ റിവ്യൂ കഴിയും. ഈ ST കാണിച്ചാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷേ ഇത് ഡിസൈൻ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഡിസൈനാണ് ഇതിൻ്റെ ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ST കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് അടുക്കാം. ഇൻറ്റീരിയറും ഇതിൻ്റെ ഒരു എന്താ പറയുക എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നേരെ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ആയിട്ട് രീതി ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പറ്റും. നീറ്റ് ക്ലീനിൽ കിടക്കേണ്ട ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സൈഡ് ഡോർ പാഡെന്ന് കാര്യങ്ങൾ നോക്കാം. ഡോർ പാഡ് കംപ്ലീറ്റ് കവർ ചെയ്യേണ്ട രീതിയിലുള്ള പാഡല്ല വന്നിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ ഭാഗം നമുക്ക് ഒരു കുഷനിങ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഒരു ഡോർ പാഡ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോറ് എന്താണ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു പോർഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും. താഴത്തുള്ള സംഭവം കാണാൻ പറ്റും. അതൊരു മാനുവലി രീതിയിൽ നമ്മളൊരു ക്രോമിയം ഫിനിഷിങ്ങാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷനും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡോർ പാഡിൽ കാണിക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിലും ഇതിലേക്ക് കിടക്കാൻ നമുക്കൊരു ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റായിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് കാണിക്കുന്നത് ഇതിൽ പെഡൽസാണ് കേട്ടോ. പെഡൽസിൻ്റെ വലിപ്പം നോക്കി കുഞ്ഞു പെഡൽസാണ്. ഈ വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പെഡൽസാണ് ഈ ഒരു വാതിൽ വന്നിട്ടുള്ളൂ. എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്ത്യയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 3 സ്പോക്ക് ക്രോമിയം ഫിനിഷിങ്ങിൻ്റെ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. തീരെ കട്ടില്ല കേട്ടോ. ചെറിയ തിക്നെസ് കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഇന്ത്യയിലേക്ക് കയറി ഇരിക്കാം എന്നിട്ട് പറയാം. അപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരേണ്ട സീറ്റ് തന്നെയാണ്. ലോക്ക് കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുക്കുമ്പോൾ ലോക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ നേരെ പിടിച്ചാൽ സീറ്റ് ഫോൾഡ് ആവും. എന്നിട്ട് നമുക്ക് ആ സീറ്റാണ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ നോക്കണമെങ്കിൽ ഞാൻ കാണിച്ചു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ പറഞ്ഞാൽ ഈ വണ്ടിനെക്കാട്ടിയും വലുപ്പമുണ്ട് ഈ സ്റ്റിയറിംഗ് വീല്. പക്ഷേ ഇതിനാണെങ്കിൽ ഒരു തിക്നെസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്താ തീരെ കട്ടില്ല. അതൊരു വടി വെച്ച പോലെ ഉണ്ട് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിലും. പിന്നെ ഈ ഒരു സെൻറ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് പ്രസ് ചെയ്താൽ ഹോണാണ് വന്നിട്ടുള്ളത്. ഈ സെൻട്രലിലെ പോർഷന് അതിന് ഒരു ക്രോമിയത്തിന് ഔട്ടർ ലൈനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സ്പോക്ക് എല്ലാം ഇഷ്ടമായിട്ടാ. സ്പോക്ക് നമുക്ക് ക്രോമിയം എന്താണ് പറയുക ഒരു എലമെൻറ്റ് പ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ഈ സ്പോക്ക് കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 എക്സ്ട്രാ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ടെമ്പറേച്ചറും പിന്നെ ഫ്യൂവലിൻ്റെ അല്ലാതെ നമ്മളെ ഇതിൻ്റെ ബാറ്ററിൻ്റെ ആംബിയറും കാര്യങ്ങളാണ് കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവലിൻ്റെ അന്നത്തെ സ്റ്റോക്ക് കണ്ടീഷൻ സാധനം കിടക്കുന്നത് കാണാൻ പറ്റും. ഫ്യൂവലിൻ്റെ ഗേജ് വന്നിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കാണാൻ പറ്റും. സ്പീഡോമീറ്റർ നമുക്ക് എന്താണ് 80 മൈൽ പെർ ഹവറാണ് കാണേണ്ടത്. MPH ആണ് കാണേണ്ടത്, മൈലാണ് കാണിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓയിലിൻ്റെ ക്യാൻ എന്നിട്ട് ഇത് ഗേജും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിന് ഡാഷ്ബോർഡ് ഇല്ല. നമുക്ക് എന്താ വെച്ചാൽ ഈ ബോഡി തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് എക്സ്ട്രാ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവരുടെ സ്വിച്ച് പിന്നെ കീ ഇട്ടാനുള്ള ഒരു പോർഷന്. പിന്നെ ഈ സെൻറ്ററിൽ ഒരു ക്രോമിയത്തിന് ഒരു ഡിസൈനിങ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ നമുക്കൊരു ആസ്ട്രയാണ് വന്നിട്ടുള്ളത്. ആസ്ട്ര കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ മോറിസിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ആ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രോമിയം ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയർ എന്നുള്ളൊരു വ്യൂ അതൊരു അസാധ വ്യൂ തന്നെയാണ്. എടുത്ത് കാണിക്കേണ്ട കാര്യം തന്നെയാണ്. നല്ല രസമുണ്ട്. പിന്നെ സൺവൈസർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. വിൻറ്റേജ് ടൈപ്പാണ് നമ്മൾ സൺവൈസർ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഗിയർ നോക്കുകയാണെങ്കിൽ ആകെ 3 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത്ര ഗിയറാണ് വന്നിട്ടുള്ളത്. വലിയൊരു ഗിയറാണ് കേട്ടോ. വലിയൊരു ഗിയർ കാണാൻ പറ്റും. പിന്നെ ഞാൻ കാണിച്ചാൽ നമുക്ക് ഈ ഒരു പെഡൽസ് നല്ല രസമുണ്ട്. ഈ പെഡൽസ് കാണാൻ ചെറിയ പെഡൽസ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം കണ്ടാൽ നമ്മളെ സാധാരണ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ ഇതിവിടെ മേലെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്കാക്കി യൂസ് ചെയ്യല്. അപ്പം അങ്ങനെയാണ് അത് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് റിയറിലേക്ക് കയറി നിന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ റിയറിലേക്ക് കയറി വരികയാണെങ്കിൽ ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ റിയർ കാണാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു എന്താണ് സീറ്റ് കവറും പിന്നെ സൈഡ് നമ്മൾ ഈ ഒരു എന്താണ് ഡോർ പാഡ് കാണാൻ നോക്കാൻ ഒക്കെ കുഷനിങ് മാറ്റിയിട്ടുണ്ട്. വേറെ രസമുണ്ട്. ഇന്ത്യയിൽ നല്ല നീറ്റ് ക്ലീൻ ഇതാ വന്നിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ടണലിൽ ചെറിയ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, പഴയ വാഹനങ്ങളല്ല. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിലും. പക്ഷേ സീറ്റ് ഒരു പൊളി മുതൽ തന്നെയാണ്. നല്ല കുഷനിങ് ഉണ്ട്. കയറി ഇരുന്നാണ് താഴെ കാണാം. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കയറി ഇരുന്ന് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് ഗ്ലാസ് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിൽ സ്പേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫിൽ നമുക്ക് ചെറിയൊരു കുഷനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്റീരിയർ കാഴ്ചകൾ കാണാനുള്ളത്. എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ റൂം നമുക്ക് ഇവിടെ എന്താണ് ലോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് ലോക്ക് നമ്മൾ അംബാസഡറിലൊക്കെ കണ്ടുന്ന രീതിയിലുള്ള ആ ഒരു ലോക്ക് കാണാൻ പറ്റും. പിന്നെ എഞ്ചിൻ വന്നിട്ടുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റോക്ക് എഞ്ചിൻ തന്നെ വന്നിട്ടുള്ളത്. യാതൊരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്.
നമുക്ക് റേഡിയേറ്റർ കാണാൻ പറ്റും, റേഡിയേറ്ററിൻ്റെ ഫാന്. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു റേഡിയേറ്റർ ഫാൻ കൂടി ഒരു കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് 52 മോഡൽ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ള എൻജിൻ നോക്കുകയാണെങ്കിൽ 0.8 ലിറ്റർ 803 cc ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ സൗണ്ടും കേൾക്കണ്ടേ? ഈ മോഡൽ വണ്ടി പഴയ വണ്ടിയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊന്ന് കേൾക്കാൻ കഴിയും. കേൾക്കാൻ തന്നെ ആ ഒരു വിൻറ്റേജ് ഫീലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ 1952 മോഡൽ മോറിസ് മൈനറിൻ്റെ റിവ്യൂ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ അതിൻ്റെ ആൾക്കാരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഈ നല്ല കിടില വണ്ടി ഏറ്റവും കിടില വീഡിയോ വരാം. അത്